ഏഴാം ക്ലാസ്സിൻ്റെ തുല്യതാ പരീക്ഷ നമ്മുടെ നടൻ ഇന്ദ്രൻസ് ജയിച്ചു. 10ാം ക്ലാസ് പാസ്സാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനിയിപ്പോൾ ഇന്ദ്രൻസ്. സാക്ഷരതാ മിഷൻ്റെ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്കുള്ള പരിശീലനം ഇപ്പോഴേ നമ്മുടെ പ്രിയപ്പെട്ട താരം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ദ്രൻസിൻ്റെ പരീക്ഷണങ്ങൾ. പ്രാരാബ്ധം കാരണം ചെറുപ്പത്തിൽ മുടങ്ങിപ്പോയതാണ് ഇന്ദ്രൻസിന്റെ സ്കൂൾ വിദ്യാഭ്യാസം. 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ പാസ്സാവണമെന്ന മോഹം ഉദിച്ചത് വളരെ വൈകി. പിന്നീട് ഒട്ടും സമയം കളയാതെ അതിനായുള്ള ശ്രമം തുടങ്ങി. 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന ഇന്ദ്രൻസിന് സാക്ഷരതാ മിഷൻ നടത്തുന്ന 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. ആദ്യ കടമ്പയായ 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ വിജയിച്ചു. 500-ൽ 297 മാർക്ക് വാങ്ങിയാണ് 68ാം വയസ്സിൽ ഇന്ദ്രൻസിന്റെ വിജയം. സാധിക്കില്ല എന്ന് കരുതുന്നതിനെ സാധ്യമാക്കിയ സന്തോഷമാണ് ഇന്ദ്രൻസിന്റെ മനസ്സ് നിറയെ. കിട്ടാത്തതൊക്കെ കിട്ടൂല എന്നൊക്കെ തോന്നുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ. പഠിക്കാൻ ഒന്നും പറ്റിയില്ല, അത് മാറ്റി എന്നെ ഒന്ന് ധൈര്യമായിട്ട് നേരെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. ഞാൻ ചെറിയ പ്രായമല്ലോ, ഏഴിൽ എഴുതിയതല്ലേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ മറന്നു. വലിയ സന്തോഷമാണ്, വലിയ സന്തോഷം. ഇന്ദ്രൻസ് പഠനം അവസാനിപ്പിക്കുന്നില്ല. 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ വിജയിക്കാൻ ഇപ്പോഴേ ശ്രമം ആരംഭിച്ചു. ഹിന്ദി പാസ്സാവാൻ ട്യൂഷൻ തന്നെയേ മാർഗമുള്ളൂ എന്നും ഇന്ദ്രൻസ് പറയുന്നു. 10 എഴുതാൻ തന്നെയാണ് പോയത്. അപ്പോഴാണ് 7 ഒരു നിയമസാധ്യതയൊക്കെ പറഞ്ഞു. 7 കഴിഞ്ഞാലേ അങ്ങനെ ചെയ്യാൻ പാടും. അപ്പൊ ഇതെഴുതി, അത് നന്നായി. കുറച്ചും കൂടെ എനിക്ക് തയ്യാറെടുക്കാൻ പറ്റി. ഇത് നന്നായിട്ട് ട്യൂഷനൊക്കെ പോയി ഹിന്ദിയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് 10 എഴുതും. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ സ്കൂളിലാണ് ഇന്ദ്രൻസ് 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതിയത്. കൂടെ പരീക്ഷ എഴുതിയ 1483 പേർ പാസായി. 24 തിരുവനന്തപുരം. എന്തായാലും ഇന്ദ്രൻസിന് വലിയ വിജയാശംസകൾ നേരുന്നു. മാത്രമല്ല, അകാലത്തിൽ പഠിക്കണമെന്നൊക്കെ തോന്നുന്നു. ജീവിതം മുഴുവൻ നമ്മൾ വിദ്യാർത്ഥിയായിരിക്കണം എന്നല്ലേ പഴമക്കാർ പറയുക. അതേപോലെ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് ഇതൊക്കെ പരീക്ഷയൊക്കെ പാസ്സായി കിടിലമായിട്ട് തന്നെ ഈ നാട്ടിൽ നടക്കാൻ. ഇന്ദ്രൻസ്, ഓൾ ദ ബെസ്റ്റ്.